നമ്മൾ ഡൽഹിയിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലമാണ് രാജ്ഘട്ട് അല്ലേ. നമ്മുടെ മഹാത്മാഗാന്ധി മുതലുള്ള നമ്മൾക്ക് വേണ്ടി ജീവിച്ച ഒത്തിരി പേരുടെ സമാധികളുണ്ട് ഇവിടെ. നമുക്ക് ആദ്യം രാജ്ഘട്ടിലെ സമാധികൾക്കിടയിലൂടെ അല്ലെങ്കിൽ അവരുറങ്ങുന്ന മണ്ണിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. മനോഹരമായി അറേഞ്ച് ചെയ്ത് ജനങ്ങൾ മുഴുവൻ വന്ന് കണ്ട് അവരുടെ പ്രാർത്ഥനകൾ അർപ്പിച്ച് പോകുന്ന സ്ഥലമാണ് രാജ്ഘട്ട്. എല്ലാവരും വീഡിയോയിൽ ഹൈ ബൈ പറയുന്നുണ്ട്. यही तो काम बचे ना। राजघाट है ना, राजघाट है ना, राजघाट है മനസ്സിൽ മറ്റൊരു സന്തോഷമുണ്ട്. ഒരു സൈഡിലൊരു വിഷമം ഉണ്ടെങ്കിലും മറ്റൊരു സൈഡിലൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത് മനോഹരമായി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന മര്യാദ. ആ ഒരു വിഷയത്തിൽ നമ്മ വിട്ട് പോയിട്ടുണ്ടെങ്കിലും അവരെ ആദരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. റോയലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ റോയലായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെ വിട്ട് പോയ അല്ലെങ്കിൽ നമ്മളെ നിന്ന് അകന്നു പോയ ആളുകളെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഓർക്കാറുണ്ട്. അതിനൊരു കഥ പറയട്ടെ. അതായത് മരണപ്പെട്ടാൽ ആദ്യത്തെ 3 ദിവസം നല്ലവനായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടുകാരൊക്കെ സങ്കടപ്പെടും. 7 ദിവസം കഴിയുമ്പോൾ അവർ അടുത്ത പരിപാടികൾ, 7 ദിവസം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ 16 ഉള്ള പരിപാടികളിലേക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ വേണം, ആളുകളെ എങ്ങനെ വിളിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുഴുകും. ഒരു 40-45 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ പ്രിയപ്പെട്ടവരാണെങ്കിൽ, ഒത്തിരി നഷ്ടം തോന്നുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് തന്നെ സീരിയലോ കോമഡികളോ റീൽസൊക്കെ കാണാൻ തുടങ്ങും. ഒരു 45 ദിവസം കഴിയുമ്പോൾ വളരെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അത് അവർ പതിയെ അവർ റൊട്ടീൻ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എന്നാണ് 1 വർഷം തികയുന്നതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡേറ്റ് മറക്കും. അപ്പോൾ അത് കലണ്ടറിൽ കുറിച്ചിടാൻ നോക്കും, ചിലപ്പോൾ ഡയറിയിൽ കുറിച്ചിടാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ലോകത്തിൽ ഇത്രയും റോയലായിട്ട് നമ്മൾ ഇവിടെ അതുപോലെ ഇവരെ ആദരിച്ച് അവർ റോയലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
അവർക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥനകൾ അർപ്പിച്ച് പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് തിരിയാം. നമ്മളിവിടെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വീണ്ടും തുടങ്ങും. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് ആദരസൂചകമായി उतना स्पीड चला दिया उसने तो क्या വളരെ ആദരവോടെ എല്ലാവരും തങ്ങളുടെ പാദങ്ങൾ വെച്ച് പോകുമ്പോൾ സബ്കോ സമ്മത് ഹേ ഭഗവാൻ. ಅವು ಬಂದಿದೆ ಮಾತ್ರ ಗೊತ್ತಿಲ್ಲ ಒಮ್ಮೆಲೆ ಬ್ಯಾರಿಗೆ ಅಮ್ಮೆ ಅವು ನರೇಂದ್ರ ಮೋದಿ ವಿಳಿಸಿದ್ದು ಪುಸ್ತಕ ಓದಿದ್ದು ಪೂರ ಬ್ಯಾರಿಗೆ ಅದು ಇದೆ ಮತ್ತೆ ಲೈಬ್ರರಿ ಲಾಕ್ ಮಾಡ್ತಿದ್ದೆ ಅದೇ ಇದು ಮತ್ತೆ ಲೈಬ್ರರಿ ಲಾಕ್ ಅದೇ ಗೊತ್ತಾಯ್ತು ಯಾರನ್ನ ಪೂರ ಬ್ಯಾಗ್ ಅಂದ ಗೊತ್ತಿಲ್ಲ ಕೆಲಸದಲ್ಲೇ ಬಿಟ್ಟಿದ್ದೀನಿ ಅಮ್ಮೆ ಉಳ್ಳತ ಕೆಲಸದ ಬಿಟ್ಟು ಆತಿನ ಬಗ್ಗೆ विजित इंदिरा गांधी बघितली है यही थी ताना हदिगी ഈ അണയാത്ത വിളക്കിന് മുന്നിൽ ഉറങ്ങുന്നത് നമ്മുടെ മഹാത്മാവാണ്. നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. നമ്മളോട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞു. നമ്മളോട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ ചിലപ്പോൾ തീരുമൊന്നുമില്ല. കാരണം അത്രയധികം യാതനകൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ഷൂ കൊണ്ട് ചവിട്ട് വാങ്ങിയിട്ടുണ്ട്, തല്ല് കൊണ്ടിട്ടുണ്ട്, അങ്ങനെ പലതും. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതിലും വന്ന് ഇതുപോലെ എനിക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം. മനോഹരമായൊരു ഗാർഡനാണ്. ഗാർഡൻ്റെ ഒരു സൈഡ് റോയലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അദ്ദേഹത്തിനോട് കൊടുക്കുന്ന ആദരവാണ്.
ना हूँ रात का थी അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്നും ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ഇതാണ് ഞാൻ മനസ്സിൽ കാണുന്ന ഫ്രെയിം. ഇതിൻ്റെ ബ്യൂട്ടി ഒന്നും ഞാൻ നോക്കുന്നില്ല, കാരണം ഈ സ്ഥലം പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക്. അതുകൊണ്ട് തന്നെ